पहले का कचड़ा रोड था, अभी अच्छा है। ഞങ്ങൾക്ക് മുഹമ്മദ് മുസ്ലിം ജയിച്ചാൽ മതി. ഈ പ്രാവശ്യം ജയിക്കില്ല, ഒരു സംശയമില്ല. മുസ്ലിം തന്നെ. ഞാൻ കോൺഗ്രസ്സുകാരനാണ് 100%. ഇപ്പൊ 10 കൊല്ലം ഭരിച്ചില്ലേ, ഓർക്കാരനെ ഭരിച്ചോളൊന്നുമില്ലല്ലോ. മൂപ്പര് അധികം ആൾക്കാർ അറിയില്ല. അത് ഈ നാട്ടിലാണ് പോകാൻ അറിയുള്ളൂ. ഈ പട്ടാമ്പിയിലും ആ പരിസരത്താണ് ഷാജിനെ അറിയാൻ പറ്റുള്ളൂ. 3മാക്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് പട്ടാമ്പിയിലാണ്. മൊഞ്ചുകൂടിയ പട്ടാമ്പിയുടെ സുൽത്താനായി ആര് വരും? തിരഞ്ഞെടുപ്പ് ഗോതയിൽ പട്ടാമ്പി ആർക്കൊപ്പം നിൽക്കും? മുഹമ്മദ് മുഹസിനോ ടി.പി. ഷാജിയോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇലക്ഷൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ, ആരായിരിക്കും ജയിക്കുക? ടി.പി. ഷാജിയാണോ മുഹമ്മദ് മുഹസിനാണോ? പട്ടാമ്പി സംബന്ധിച്ചിടത്തോളം ഇവിടെ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനെ ജയിക്കുള്ളൂ. ടി.പി. ഷാജിക്ക് ജയിക്കാൻ സാധ്യത ഇല്ല എന്നാണോ പറയുന്നത്? അവനെ അറിയപ്പെടുന്ന അധിക സ്ഥലമൊന്നും അറിയപ്പെടൂല. പക്ഷെ നഗരസഭ ചെയർമാൻ അല്ലേ, അപ്പൊ ജയിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? ചെയർമാനാണ്ട് ഇവിടെ ജയിക്കാൻ സാധ്യത ഓനിക്കില്ല. മുഹസിനാണ് ജയിക്കാൻ കൂടുതൽ സാധ്യത. മുസ്ലിം ഉറപ്പാണോ? ഉറപ്പായിട്ടും ജയിക്കും, 100% ജയിക്കും. കാലഘട്ടം ഇന്ത്യൻ സാഹചര്യവും എല്ലാം അനുസരിച്ചിട്ട് മതേതരത്വം, ജനാധിപത്യം, സർക്കുലർ ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ മുഹമ്മദ് മുസ്ലിം ജയിക്കണം. ഈ പ്രാവശ്യം ജയിക്കില്ല, അപ്രാവശ്യം നമുക്ക് ദൈവതാക്കി നോക്കാം. ഈ മണ്ഡലത്തില് നിലവിലെ MLA കണ്ടിന്യൂ ചെയ്യും വേണം. അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സംശയമില്ല, മുസ്ലിം തന്നെ. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ മുസ്ലിം ചെയ്ത പ്രവർത്തികൾ, ആ പ്രവർത്തികൾ മുസ്ലിം വ്യക്തിത്വത്തിനോട് വേണേ ജയിക്കും 100%. ഇപ്പൊ നമ്മള് പറഞ്ഞു, എന്താ നമ്മൾ ചെയ്യാ, നമ്മൾക്കതിപ്പോ ഇങ്ങനെ പറയാൻ പറ്റും. ഞാൻ ഒറ്റ വാക്കിന് മുഖത്തോക്കാന്ന് പറഞ്ഞില്ലേ. अभी जैसे हम लोग का पहले काम करता था तो पैसा कमती था, अभी पैसा भी बढ़ा दिया है गवर्नमेंट ने। और क्या बोलता है, अच्छा सुविधाएं हैं। मोहम्मद मोहसिन को और टी.पी. शादी को जानते हैं आप? हाँ जी, जानते हैं। कौन जीतेगा? ये मोहम्मद मोहसिन जीतेगा। മുഹമ്മദ് മുഹസിൻ തന്നെ കൊണ്ടുവരും, അത് യാതൊരു തർക്കമില്ല. ഉറപ്പാണ്, 100%. ഷാജി മുനിസിപ്പാലിറ്റി ചെയർമാൻ ആണല്ലോ, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഷാജി ഒരിക്കലും വരില്ല, ഉറപ്പാണ്. മുഹമ്മദ് മുഹസിനോ ഉറപ്പാണ് 100%. 1500 കോടിയുടെ വികസനം പട്ടാമ്പിയിൽ കൊണ്ടുവന്നു മോഹസിൻ MLA പറയുന്നുണ്ട്. വികസനം ഇവിടെ കാണുന്നുണ്ടോ? ഇഷ്ടം പോലെ കാണുള്ളൂ. ഒരുപാട് സംഭവങ്ങൾ പട്ടാമ്പിയിലല്ലേ, നല്ല മാറ്റം തന്നെയല്ലേ. ആരോട് ചോദിച്ചാലും പറയും പട്ടാമ്പി. ഞാൻ വേണ്ടല്ല, ആരോട് നിങ്ങൾ ചോദിച്ചാലും പറയും. അതിൽ വേറെ ആൾക്കാർ, ഒരാൾക്ക് വേറെ അഭിപ്രായമല്ല. നല്ലൊരു വ്യക്തിയാണ്, എല്ലാവരും ഒരുപോലെ കാണുന്നത്. വളരെ സൗമ്യനായ നല്ലൊരു വ്യക്തിയാണ്. പട്ടാമ്പിക്കൊരു മുതലാണ് അയാൾ. പട്ടാമ്പിക്കാർക്ക് അവരിപ്പോ 10 കൊല്ലം ഭരിച്ചില്ലേ, ഓർക്കാരനെ ഭരിച്ചോളൊന്നുമില്ലല്ലോ. അങ്ങനൊന്നും ഇല്ലല്ലോ ഇവിടെ. പിണറായി ഇറങ്ങണം, അതന്നെ ഞാൻ പട്ടാമ്പിക്കാരന്